ഞങ്ങളവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത് ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഉമ്മർത്ത് ചവിട്ടിയില്ല, ബാക്കിൽ ചവിട്ടിയില്ല, നിങ്ങളെന്താ ചവിട്ടിയൊന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പറയും. അന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് നിന്ന് ഇതാ കിട്ടുക. ഇപ്പോഴാണ് അവർ എൻ്റെ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ മറ്റേ ഇവർ സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു, അതായത് രേണുവിൻ്റെ ഫാദറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ ആൾക്കാരും തെറ്റായിപ്പോയി എന്നൊരു തോന്നൽ പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഈ പറയുന്ന ദാനം കിട്ടിയ പശുവിൻ്റെ പല്ല് എണ്ണി നോക്കരുന്ന് പഴമക്കാർ പറയും. അതുപോലത്തെ ഒരു ആ പഴഞ്ചൊല്ലിനെ അനർത്ഥമാക്കുന്ന രീതിയിലാണ് രേണുസുതി പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഇപ്പം നിങ്ങൾ ടോണി അച്ചായൻ്റെ ഒരു റീലൊക്കെ കാണാറില്ലേ? അപ്പോൾ അദ്ദേഹം പോയി ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചങ്ക് കൂട്ടും. ഒരു കുപ്പമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ മാടം കെട്ടി കളിക്കും. അതുമാതിരിയൊക്കെ ഒരു മാട പോലെയാണ് ചില ആൾക്കാർ കിടക്കുന്നത്. അവരെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ഭാഗ്യമാണ് രേണുസുതിക്ക് കിട്ടിയത്. ആ മനുഷ്യൻ സുധിച്ചേട്ടൻ വർഷങ്ങളോളം പ്രയത്നിച്ചു. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വീടില്ല. മരിക്കണതിന് തൊട്ട് മുമ്പും പുള്ളി ഭയങ്കര വിഷമത്തിലൊക്കെ ആ വീടൊന്നും പണിയാൻ പറ്റും. മരണശേഷമെങ്കിലും പുള്ളിക്ക് നല്ലൊരു വീട് കിട്ടി. തൻ്റെ മക്കൾക്കും സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരുന്നല്ലോ വീട് പണിയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് വീട് കിട്ടി. ആ വീട് കിട്ടിയിട്ട് ഇവർ ഈ കിടന്ന് കാണിക്കണത്, ആ മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ദിക്കുക തന്നെയായിരുന്നു. സീരിയസ്ലി പറയും, ആ മനുഷ്യനെ നിന്ദിക്കുക തന്നെയാണ് ഞാൻ. ഇതിലിപ്പോൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്ന വെറുപ്പേര് പോരാഞ്ഞിന് അവിടെ പോയി വെറുപ്പിക്കാൻ പറയുന്നു. എന്താവോ എന്തോ. ഇനി ബിഗ് ബോസ് വന്നു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന ഒരു കാശ് മതിയിൽ ഒരു ചവിട്ടി പിടിച്ചിട്ട് എന്താവും പറഞ്ഞിട്ട് കാര്യമില്ല.